തികഞ്ഞ ഉത്തരവാദിത്വത്തോടും സത്യസന്ധതയോടും തൻ്റെ ജോലി നിർവഹിച്ച ചീഫ് എക്സാമിനറായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിന് കിട്ടിയത് 3 വർഷം തടവ് ശിക്ഷയും 10 വർഷത്തെ തീർത്താൽ തീരാത്ത മാനസിക പീഡനവും അപമാനവും. 5 SFI വിദ്യാർത്ഥിനികൾ നഗ്നമായി കോപ്പിയടിച്ചത് റിപ്പോർട്ട് ചെയ്യുകയും യൂണിവേഴ്സിറ്റിയെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഇൻവിജിലേറ്ററായ കമ്മി അടിമ അധ്യാപകനോട് പറയുകയും അയാൾ അത് തിരസ്കരിക്കുകയും ഈ വിദ്യാർത്ഥിനികളോടൊപ്പം ചേർന്നുകൊണ്ട് പീഡന പരാതി മൂന്നാർ CPM ഓഫീസിൽ മുൻ MLA രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുകയും അദ്ദേഹത്തെ കോടതി കയറ്റുകയാണ് ഉണ്ടായത്. 3 വർഷം തടവ് ശിക്ഷ. ഇപ്പോൾ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനുണ്ടായ ഈ മാനഹാനിക്ക്, തീർത്താൽ തീരാത്ത മനസ്സംഘർഷം, ഡിപ്രഷൻ, ഇതിനൊക്കെ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കുക? നഷ്ടപ്പെട്ടു പോയ ഈ വർഷങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുമോ? കുമാരപിള്ള സാറിൻ്റെ ഇതേ അടവല്ലേ ഇവർ എല്ലാവർക്കെതിരെയും പയറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇതുപോലെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പാർട്ടിയുണ്ടോ? ഈ വിദ്യാർത്ഥിനികൾ ഇവരാണ് നാളെ നേതാക്കളായിട്ട് വരുന്നത്. എന്തു വൃത്തികേടും എന്തോ നെറികേടും സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പാർട്ടി ഇന്ന് കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ? ഏത് നീചപ്രവൃത്തിയും ചെയ്യും. ഇവർ മനുഷ്യരാണ്. എത്രയോ നിരപരാധികളെ ഇവർ കണ്ണീർ കുടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായിരിക്കുന്നവന്മാർ, ആർഷോമാർ, അങ്ങനെ എത്ര എണ്ണമുണ്ട്. ഇവൻ ഒരിക്കലെങ്കിലും ഒരു മനസ്താവം ഉണ്ടാവുമോ? കേരളത്തിനെ നശിപ്പിക്കാൻ, ഉന്മൂലനം ചെയ്യാൻ ധാർമ്മികത ലെവലേശമില്ലാതെ രാഷ്ട്രീയ ജീവിതത്തിലും പൊതുമണ്ഡലത്തിലും നശിപ്പിക്കുന്ന ഇതുപോലൊരു പ്രസ്ഥാനം നമ്മൾക്ക് ആവശ്യമുണ്ടോ? ഓരോ